കഥയുടെ പേരാണ് മഴവിൽ ദ്വീപിലെ നിധി. ഒരിടത്ത് നീലമഹാസമുദ്രത്തിൻ്റെ ഹൃദയത്തിൽ മഴവിൽ ദ്വീപ് എന്നൊരു അത്ഭുത ദ്വീപുണ്ടായിരുന്നു. അവിടെ വർണ്ണാഭമായ പൂക്കളും കിളികളും മാന്ത്രിക ശക്തിയുള്ള മൃഗങ്ങളും വസിച്ചിരുന്നു. അവിടെ എപ്പോഴും ഒരു മഴവിൽ കാണുമായിരുന്നു. ആരും കണ്ടുപിടിക്കാത്ത ഒരു നിധി ആ ദ്വീപിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഒരു പഴങ്കഥയുണ്ടായിരുന്നു. നമ്മുടെ ധീരനായ നായകൻ ആൽബിൻ ഈ നിധി തേടി ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. ആൽബിൻ തൻ്റെ യാത്ര തുടങ്ങി. ഒരു ചെറിയ തോണിയിൽ കടലിലൂടെ തുഴഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ അവൻ മഴവിൽ ദ്വീപിൻ്റെ തീരത്തെത്തി. ദ്വീപിൻ്റെ ഭംഗി അവനെ അത്ഭുതപ്പെടുത്തി. അവിടെ തിളക്കമുള്ള നീല വെള്ളച്ചാട്ടങ്ങളും മരങ്ങളും പൂക്കളും അവനെ സ്വാഗതം ചെയ്തു. ദ്വീപിൽ കാൽകുത്തിയപ്പോൾ തന്നെ ആൽബിൻ ഒരു മാന്ത്രിക പൂന്തോട്ടം കണ്ടു. അവിടെയുള്ള പൂക്കൾ സംസാരിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു. ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഭംഗിയുള്ള ചിത്രശലഭം അവനെ നോക്കി ചിരിച്ചു. നിധി കണ്ടെത്തണമെങ്കിൽ നീ ആദ്യം ധൈര്യശാലിയായി മാന്ത്രിക ഗുഹകളിലൂടെ സഞ്ചരിക്കണം, ചിത്രശലഭം പറഞ്ഞു. മാന്ത്രിക ഗുഹകളിലൂടെയുള്ള യാത്ര ആൽബിന് ഒരു വെല്ലുവിളിയായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ കൂറ്റൻ ചിലന്തികളും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും അവൻ ഭയക്കാതെ മുന്നോട്ട് പോയി. ഗുഹയുടെ അവസാനം ഒരു വലിയ വാതിൽ കണ്ടു. വാതിലിനു മുന്നിൽ ഒരു മാന്ത്രിക പന്തമുണ്ടായിരുന്നു. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആൽബിൻ ഒരു വലിയ തടാകം കണ്ടു. തടാകത്തിൻ്റെ നടുവിൽ ഒരു വലിയ താമരപ്പൂ ഉണ്ടായിരുന്നു. താമരപ്പൂവിൽ ഒരു കുഞ്ഞു ഡ്രാഗൺ ഇരിപ്പുണ്ടായിരുന്നു. നിധി കണ്ടെത്താൻ നീ ഈ തടാകം നീന്തിക്കടക്കണം, ഡ്രാഗൺ പറഞ്ഞു. ആൽബിൻ ഡ്രാഗനെ വിശ്വസിച്ച് താമരപ്പൂവിൽ ചവിട്ടി തടാകം നീന്തിക്കടന്നു. തടാകം കടന്നതിന് ശേഷം ആൽബിൻ ഒരു വലിയ പാറ കണ്ടു. പാറയുടെ മുകളിൽ ഒരു വലിയ മാന്ത്രിക പൂട്ടും 3 താക്കോലുകളും ഉണ്ടായിരുന്നു. ഈ പൂട്ടുകൾ തുറന്നാൽ മാത്രമേ നിനക്ക് നിധി ലഭിക്കൂ, ഡ്രാഗൺ പറഞ്ഞു. ആൽബിൻ 3 പൂട്ടുകളും തുറന്നു. പൂട്ടുകൾ തുറന്നപ്പോൾ വാതിൽ തുറന്നു. അതിനുള്ളിൽ തിളക്കമുള്ള സ്വർണ്ണ നാണയങ്ങളും അമൂല്യമായ രത്നങ്ങളും പണ്ടത്തെ രാജാക്കന്മാരുടെ കിരീടങ്ങളും ഉണ്ടായിരുന്നു. ആൽബിൻ സന്തോഷത്തോടെ നിധിയെടുത്തു. അവൻ ഡ്രാഗണിനും ചിത്രശലഭത്തിനും നന്ദി പറഞ്ഞു. ആൽബിൻ സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അവൻ മഴവിൽ ദ്വീപിലെ സാഹസിക യാത്രയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു. അവൻ്റെ കഥ കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ആൽബിൻ തൻ്റെ യാത്രയിലൂടെ ധൈര്യവും സാഹസികതയും സത്യസന്ധതയും പഠിച്ചു. താങ്ക് യു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.